സാധാരണ നമ്മുടെ ഫോണിന്റെ ചാർജറിന് നമ്മൾ പവർ ബാങ്ക് ഉപയോഗിക്കാറുണ്ടല്ലേ. എന്നാൽ ഈ നാടിന്റെ തന്നെ പവർ തീരാതിരിക്കാൻ ഒരു മെഗാ പവർ ബാങ്ക് വന്നിരിക്കും. KSEB ട്രാൻസ്മിഷൻ ഡിപ്പാർട്ട്മെന്റുമായി കൊളാബറേറ്റ് ചെയ്ത് ഹൈക്കൺ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വമ്പൻ സിസ്റ്റമാണ്. ഇറ്റ്സ് കോൾഡ് ഹൈക്കൺ ബസ്. ഇതിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ ഹൈക്കോൺ R&D ഡിപ്പാർട്ട്മെന്റ് GM അജീഷ് ഞങ്ങളുടെ കൂടെയുണ്ട്. സർ, എന്താണ് ഈ ബസ്? ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ബസ് എന്ന് പറയുന്നത്. ബസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എനർജി സ്റ്റോറേജ് സിസ്റ്റം കൂടിയാണ്, ഒപ്പം തന്നെ പവർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൂടുതലായിട്ടും വരുന്നത് എനർജി സ്റ്റോറേജ് പ്ലസ് പവർ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. അത് വരുന്ന ഏത് ഏരിയയിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ സർ, ഒരു സംശയം. ഈ പകൽ സമയത്ത് മഴയോ കാർമേഘങ്ങളോ ഒക്കെ വന്ന് സോളാർ ചാർജിങ് പ്രോപ്പറായി നടന്നില്ലെങ്കിൽ ഈ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇത് വർക്കാകുമോ? ഈ BSSൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് AC കപ്പിൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ്. AC കപ്പിൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഗ്രിഡായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഗ്രിഡായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ എൻഡിലാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമറിനകത്ത് വരുന്ന എല്ലാ വീടുകളിലും ജനറേറ്റ് ചെയ്യുന്ന സോളാർ എനർജി നമ്മൾ ഈ വെച്ചിരിക്കുന്ന ബസ്സിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ അത് ഡേ ടൈമിലാണെങ്കിൽ സോളാർ എക്സസ് എനർജി നമുക്ക് ജനറേഷൻ വരുന്നുണ്ട്. ആ വരുന്ന എക്സസ് എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മഴക്കാലത്ത് വരുമ്പോൾ സോളാർ എനർജി കുറവായിരിക്കും. അപ്പോൾ സോളാർ എനർജി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രിഡിൽ നിന്നുള്ള എനർജി എടുത്തിട്ടായിരിക്കും ബാറ്ററി സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇതുപോലുള്ളൊരു വമ്പൻ സിസ്റ്റം വലിയ ഹോസ്പിറ്റലുകൾക്കോ ഫാക്ടറികളിലോ ഇൻഫോ പാർക്കുകളിലോ നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഓർ KSEBക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണോ ഇത്? തീർച്ചയായിട്ടും അല്ല. ഈ സിസ്റ്റം നമുക്ക് യൂട്ടിലിറ്റി കണക്ട് ചെയ്തിട്ടുള്ള ഏത് ആപ്ലിക്കേഷനിലും ഉപയോഗിക്കാം. ഇതൊരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഏത് ആപ്ലിക്കേഷനിലും, ഈവൻ സ്കൂൾസ് ആണെങ്കിലും ഹോസ്പിറ്റൽ, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഏത് ബിൽഡിങ്ങിലേക്കും ഫാക്ടറികളാണെങ്കിലും ഈ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 100 kW കപ്പാസിറ്റിയുള്ള ബസ്സാണ് KSEBയുടെ ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ടെസ്റ്റിംഗ് പർപ്പസായിട്ട് നമ്മളവിടെ KSEB ഹൈക്കോണും തമ്മിൽ ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഒരു മൊബൈൽ ആപ്പിലെ ഒറ്റ ക്ലിക്കിലാണ് ഇത്രയും വലിയൊരു സിസ്റ്റം ഓൺ ആയത്. ഓൺ സൈറ്റിൽ സക്സസ്ഫുള്ളായി ലീഡ് ചെയ്ത ഒരാളെന്ന നിലയിൽ R&D ടീമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഹൈക്കോൺ പവർ ഇലക്ട്രോണിക്സ് രംഗത്ത് 34 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 2016 മുതൽ ബാറ്ററി സ്റ്റോറേജായിട്ട് ബന്ധപ്പെട്ടുള്ള R&D പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റംസ് പോലുള്ള ചെറിയ പ്രോഡക്റ്റുകൾ നമുക്ക് ഓൾറെഡി ഡെവലപ്ഡ് ആണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2022 കൂടിയിട്ടാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു 3 വർഷമായിട്ട് നമ്മളിതിൻ്റെ പുറകിൽ തന്നെ ഉണ്ട് R&D ഡിപ്പാർട്ട്മെൻറ്റും ടീമും. അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മളത് ട്രയലെല്ലാം നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് നമ്മൾ ആ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ KSEB ഒരു അവസരം തന്നപ്പോൾ നമ്മളവിടെ ട്രാൻസ്മിഷൻ ലൈനിൽ വയ്ക്കാനും അതുവഴി KSEBക്കും ഹൈക്കോണും തമ്മിൽ കൊളാബറേഷൻ വഴി ടെസ്റ്റ് ചെയ്ത് അത് സക്സസ്ഫുൾ ആണെന്നുള്ളത് ഉറപ്പുവരുത്താനും ഒരു സാഹചര്യം ലഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബസ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. ഇനിയിപ്പോൾ ഈ വോൾട്ടേജ് ഡിമ്മാകുന്ന പ്രശ്നങ്ങളും പവർ കട്ടുകളൊക്കെ നമ്മുടെ നാട്ടിൽ പഴങ്കഥയായി മാറാൻ പോവുകയാണ്. ശരിക്കും ഇതൊരു തുടക്കം മാത്രമാണ്. നാളെ നമ്മുടെയൊക്കെ വീടുകളിലും സ്ഥാപനങ്ങളിലും തടസ്സമില്ലാത്ത സ്മാർട്ട് എനർജി ഉറപ്പാക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളുമായി ഹൈക്കോൺ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഹൈക്കോൺ, powering the nation.